1 കിലോ വാനില സ്പഞ്ച് നമുക്ക് ഓയിലോ ബട്ടറോ അതുപോലെ തന്നെ ഓവനൊന്നും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. വെറും 1 കപ്പ് മൈദയിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയോട് കൂടിയിട്ടാണ് നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡർ നമ്മൾ എടുക്കുന്നില്ല, ഒരു 1/4 കപ്പ് ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ 2 കോഴിമുട്ടയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. ആ ഒരു വൈറ്റ് പോർഷനും യെല്ലോ പോർഷനും രണ്ടും ഞാൻ വേറാക്കിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് പോർഷന് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ബീറ്റാക്കി എടുക്കാം. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ യെല്ലോ പോർഷനിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റാക്കി എടുക്കുക. നമുക്ക് ഒന്നിച്ചാക്കിയിട്ട് ബീറ്റാക്കി എടുക്കും ചെയ്യട്ടെ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബീറ്റാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്പഞ്ചിന് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത്യധികം ക്വാണ്ടിറ്റി ഉണ്ടാവും ചെയ്യൂട്ടാ. ഒരു 1/2 കപ്പ് മൈദയുടെ അല്ല, ഒരു ഏകദേശം ഒരു 3/4 കപ്പ് 1 കപ്പ് മൈദയുടെ അതേ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഞാനിതാ ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശായിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ബീറ്റാക്കി എടുക്കാം. ഇതിന് നമ്മൾ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പഞ്ചസാര നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കണ്ട, കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ ബീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഞ്ചസാരയും നന്നായിട്ട് തന്നെ നമ്മൾ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 ടീസ്പൂണ് ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ 2 ടീസ്പൂൺ അങ്ങനെയില്ല, നമുക്ക് കുറേശ്ശായിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരി എഗ് യോക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടീസ്പൂണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും മെല്ലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ മെല്ലെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്പീഡിലായിട്ട് കുലുക്കിയിട്ട് അങ്ങനെ എടുക്കരുത്. മെല്ലെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് പ്രോസസ്സ് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ബാറ്റർ 2 ടീസ്പൂൺ ഇട്ടെടുക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ അരി യോക്ക് ഇട്ട് കൊടുക്കുക, അതും ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ചെയ്യണം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ആ ഒരു സൈഡിൽ നിന്നൊക്കെ ഒന്ന് എന്താ പറയുക റെഡിയാക്കി കൊടുത്തിട്ട് അടിയിലൊക്കെ ഇതൊന്ന് റെഡി ആയിട്ടുണ്ടെന്ന് നോക്കുക. ഇനിയിപ്പോൾ ഞാൻ ഹൈറ്റിലുള്ള 5 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഹൈറ്റേ ഉള്ളൂ, വീതി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടിക്കോട്ടെ. കൂടുതൽ ടൈം ടാപ്പ് ചെയ്യരുത്, നമ്മുടെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെട്ട് കേക്ക് താഴ്ന്നു പോകാനിടയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പാനിലേക്കാണ് ഞാനിതൊന്ന് വെച്ചെടുക്കുന്നത്. എന്നിട്ട് 20 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഒന്ന് മൂടി വെക്കുക. ആ ഹോൾസ് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചെടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് റെഡിയാക്കി എടുക്കുക. കറക്റ്റ് 20 മിനിറ്റ് ആയ ടൈമിൽ നമ്മുടെ ഒരു കേക്ക് ഒന്ന് ബേക്ക് ആയിട്ടുണ്ട്. അത്യാവശ്യം ഹൈ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്കിത് ഇട്ടിട്ടാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് തട്ടിയിട്ട് ഒന്നെടുക്കാം. അപ്പം നമുക്ക് ഓയിലോ ബട്ടറോ നെയ്യോ ഒന്നും ചേർക്കാണ്ട് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ പാനിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട.